അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫി കിതാബില്ലാഹ്. അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ 12 മാസങ്ങൾ, അള്ളാഹുവിൻ്റെ 12 മാസങ്ങളെക്കുറിച്ച് എണ്ണിപ്പറയുന്നു. അതിൽ ഒന്ന് മാത്രമാണ് വിശുദ്ധ റമളാൻ. പ്രത്യക്ഷത്തിൽ എല്ലാ മാസവും ഒരുപോലെയാണെങ്കിൽ വിശുദ്ധ റമളാനിന് അക്കൂട്ടത്തിൽ വലിയ പ്രത്യേകതയും പ്രാധാന്യവും എന്തുകൊണ്ടാണ്? എല്ലാ മാസവും ഒരുപോലെ തന്നെയല്ലേ, പിന്നെ എന്താണ് റമളാനിന് മാത്രം പ്രത്യേകത? റമളാനിന് വലിയ പ്രത്യേകതയും ശ്രേഷ്ഠതയുമുണ്ട്. അത് അള്ളാഹു തന്നെ കൽപ്പിച്ച് നൽകിയതാണ്. മറ്റു പ്രത്യേകതകൾക്കപ്പുറം വിശുദ്ധ റമളാനിന് തനിച്ച് ആ മാസത്തെ തന്നെ അള്ളാഹു വലിയ പോരിശയും പവിത്രതയുമുള്ളതായി പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിനെ ആ മാസത്തിൽ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നത്. മുൻഗാമികളുടെ ഗ്രന്ഥങ്ങൾ, മുൻ സമുദായങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ, ഏടുകൾ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനുഷ്യരെ സംസ്കരിക്കാൻ വേണ്ടി നൽകപ്പെട്ട ഏടുകൾ, അത് വിശുദ്ധ റമളാനിലെ 1-നും 3-നും ആയിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്ത് നൽകിയത് വിശുദ്ധ റമളാനിലാണ്. വിശുദ്ധ റമളാനിൻ്റെ 8-നായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കയ്യിൽ സബൂർ എന്ന ഗ്രന്ഥം അവതരിപ്പിച്ചത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇഞ്ചീൽ നൽകിയത് റമളാൻ 18-നാണ്. ഇങ്ങനെ ഏടുകളും ഗ്രന്ഥങ്ങളുമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പേ കടന്നു വന്ന സമുദായത്തിന് നൽകപ്പെട്ട ഗ്രന്ഥങ്ങളും വിശുദ്ധ റമളാനിലാണ്. ഖുർആൻ അവതരിപ്പിക്കാനും ഈ ഗ്രന്ഥങ്ങൾ സമർപ്പിക്കാനും അള്ളാഹു ഈ മാസത്തെ തന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളത് വിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. റമളാനിലെ സുപ്രധാനമായ ആരാധനയാണ് നോമ്പ്. നിരവധി ആരാധനകളും പ്രത്യേകതകളും ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ സവിശേഷമായ ആരാധന നോമ്പാണ് എന്നതിൽ സംശയമില്ല. അതിലെല്ലാം ഉപരി റമളാനിന് മാത്രം വലിയ പ്രത്യേകതയുണ്ട് ആ മാസത്തിന് തന്നെ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതിൽ ഏറ്റവും വലിയ മഹിമ ഉൻസില ഫീഹിൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാമായ ജഗന്നിയന്താവിൻ്റെ സവിശേഷമായ സംഭാഷണം, വചനം അവതരിപ്പിച്ചത് ഈ വിശുദ്ധ റമളാനിലാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഒന്നായിട്ട് റമളാനിൽ അവതരിച്ചതാണ്. പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവസരോചിതമായി ഘട്ടം ഘട്ടമായാണല്ലോ ജിബ്രീൽ എന്ന മാലാഖ ഖുർആനിനെ നൽകിയിട്ടുള്ളത്. എന്നാൽ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിനെ സൂക്ഷിച്ചിരിക്കുന്ന ഇടത്തിൽ നിന്ന് 1-ാം ആകാശത്തേക്ക് ഒന്നിച്ച് ഇറക്കിയിരിക്കുന്നത് വിശുദ്ധ റമളാനിലെ ലൈലത്തുൽ ഖദറിലാണ്. റമളാനിൻ്റെ ഒരു വലിയ സവിശേഷ രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. അത് റമളാൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. 1000 മാസങ്ങളേക്കാൾ പവിത്രതയുള്ള ഖൈറും മിൻ അൽഫി ശഹർ, 1000 എന്നല്ല 1000-ത്തേക്കാൾ കൂടുതൽ മാസങ്ങളുടെ പ്രതിഫലവും പ്രത്യേകതയും ശ്രേഷ്ഠതയും ഒരൊറ്റ രാത്രിക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദർ. ആ രാത്രിയിലാണ് ഖുർആനിനെ അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഒന്നായി അവതരിപ്പിക്കുകയും പിന്നീട് അവസരോചിതമായി സന്ദർഭങ്ങൾക്കനുസരിച്ച് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിലേക്ക് ജിബ്രീൽ ഗബ്രയേൽ എന്ന മലക്ക് വഹിയായി, ദൂതായി സമർപ്പിച്ചിരിക്കുന്നത്. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്, സർവ്വ തിന്മകളിൽ നിന്നും അരാജകത്വത്തിൽ നിന്നും മോചനമെന്നോണം മനുഷ്യർക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ഖുർആൻ വലിയ സമ്മാനമാണ്. അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, ബഹുദൈവ വിശ്വാസങ്ങളിൽ നിന്ന് ഏകത്വത്തിലേക്കും
സുതാര്യവും സുദൃഢവുമായ ആദർശത്തിലേക്കും വഴി നടത്തിയ വിശുദ്ധ ഖുർആനിനെ ലോകത്തിന് സമ്മാനിച്ചു എന്ന സന്തോഷത്തിൻ്റെ വാർഷികവും കൂടിയാണ് സത്യത്തിൽ വിശുദ്ധ റമളാൻ. വിമോചനത്തിൻ്റെ സന്തോഷം നമ്മൾ പങ്കുവെക്കാറുണ്ട്, ആഘോഷിക്കാറുണ്ട് അല്ലേ? ബ്രിട്ടീഷുകാരൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് ഇന്ത്യ എന്ന ഈ മഹാരാജ്യം മോചിപ്പിക്കപ്പെട്ടപ്പോൾ ഇന്ത്യക്കാരായ നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ ഓർമ്മയ്ക്കെന്നോണം എല്ലാ ഓഗസ്റ്റ് 15-നും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നുണ്ട്. മോചനത്തിൻ്റെ പേരിൽ സന്തോഷവും ആഘോഷവും നമ്മുടെ അനുഭവമാണ് എങ്കിൽ എല്ലാ മൃഗീയതയിൽ നിന്നും 6-ാം നൂറ്റാണ്ടിൻ്റെ അറേബ്യൻ മണ്ണിനെ മോചിപ്പിച്ച അനീതി, അധർമ്മം, അരാജകത്വങ്ങളെയെല്ലാം പിഴുതെറിഞ്ഞ് കടന്നു വന്ന വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ വാർഷികം അത് സന്തോഷത്തോടെ ആഘോഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയെ തന്നെ റമളാനിൽ അള്ളാഹു നമ്മളോട് നിർദ്ദേശിക്കുകയാണ്. മനുഷ്യരുടെ കടപ്പാടാണ്, നമ്മുടെ ഏറ്റവും വലിയ കടപ്പാടാണ് ഖുർആൻ അള്ളാഹു നൽകി എന്നതിന് ഒരു നന്ദി, സന്തോഷം. ആ കടപ്പാട് ആരാധനയിലൂടെ ആവണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചു. ആ ആരാധനയിൽ പ്രത്യേകമായി നിർദ്ദേശിച്ചിരിക്കുന്നത് നോമ്പാണ്. നോമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, മറ്റാരാധനകൾ പോലെയല്ല. മറ്റ് ആരാധനകൾ നിസ്കാരവും ഹജ്ജും ദാനധർമ്മങ്ങൾ നൽകുന്നതായാൽ പോലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതാവട്ടെ, അങ്ങനെ ഏത് ഇബാദത്തെടുത്ത് നോക്കിയാലും അത് മറ്റൊരാൾക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ്. ഇത് ഗോപ്യമാക്കി വെക്കാൻ പറ്റുന്നതല്ല. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നോമ്പിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരാളെ കാണിക്കാനോ അറിയിക്കാനോ സാധ്യമല്ല. നോമ്പുള്ളതും ഇല്ലാത്തതും വേർതിരിച്ചു മനസ്സിലാക്കാൻ കഴിയില്ല ഒരാൾ പറഞ്ഞാലല്ലാതെ. അത് അടിമയും ഉടമയും തമ്മിലുള്ള സ്വകാര്യമായ ഇടപാടാണ്. വല്ലാത്തൊരു അനുഗ്രഹീതമായ ആഴമുള്ള ആരാധനയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉടയ തമ്പുരാൻ വാനാജുസീബിഹി, ഞാനതൊരു പ്രതിഫലം നൽകുമെന്ന് പ്രത്യേകം ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷ്യത്തോട് എടുത്തു പറഞ്ഞിട്ടുള്ളത്. നോമ്പില്ലാത്തവനും നോമ്പുള്ളവനെ പോലെ അഭിനയിക്കാൻ കഴിയും. ആരും കാണാതെ വെള്ളം കുടിക്കാം, മറ്റൊരാളുടെ ദൃഷ്ടിയിൽപ്പെടാതെ ഭക്ഷണം കഴിക്കാം. ഉണ്ട് എന്നുള്ളത് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാനോ ബോധ്യപ്പെടുത്താനോ സാധ്യമല്ല. എന്നിട്ടും ഒരാൾ നോമ്പെടുക്കുന്നു എന്ന് പറയുന്നത് വലിയ ഗൗരവമുള്ള, ത്യാഗമുള്ള, ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയ ആ സൃഷ്ടാവിനോടുള്ള ബന്ധത്തിൻ്റെ പരിണിതി എന്നോണമുള്ള ആരാധനയാണ്. നോമ്പെന്നത് നിയന്ത്രണമാണല്ലോ. അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കൽ മാത്രമല്ല, ദുർവിചാര വികാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. വേണ്ടാത്തത് കാണുന്നതിൽ നിന്ന് കണ്ണിനെയും അനാവശ്യമായത് കേൾക്കുന്നതിൽ നിന്ന് അന്യരെക്കുറിച്ച് ദുഷിച്ചു പറയുന്നത്, അസഭ്യം പറയുന്നത്, തെറ്റു പറയുന്നത്, കളവ് പറയുന്നത് കേൾക്കുന്നതിൽ നിന്ന് ചെവിയെ, കർണപുടങ്ങളെ തടഞ്ഞു നിർത്തണം. അനാവശ്യം പറഞ്ഞു പോകുന്നതിൽ നിന്ന് എല്ലില്ലാത്ത നാവിനെ പൂർണ്ണമായും കൺട്രോൾ ചെയ്യണം. ഇതൊക്കെ ചെയ്യുമ്പോഴേ ഒരാൾ യഥാർത്ഥ നോമ്പുകാരനാവുന്നുള്ളൂ. പടച്ചവൻ്റെ ഒരു വാക്കുണ്ട്, വെറും വിശപ്പും ദാഹവും സഹിക്കുന്നവൻ്റെ നോമ്പ് എനിക്ക് ആവശ്യമില്ല. എത്രയെത്ര നോമ്പുകാരാണ്, അവർക്ക് വിശപ്പും ദാഹവും മാത്രമേ ബാക്കിയാകുന്നുള്ളൂ. നോമ്പിൻ്റെ യഥാർത്ഥ പ്രതിഫലം അവർക്ക് സമ്പാദിക്കാൻ കഴിയുന്നില്ല. കാരണം കണ്ണും കാതും നാവും ഹൃദയവുമെല്ലാം തെറ്റുകളിൽ നിന്നും തിന്മകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ട മേഖലകളിൽ നിന്നും പൂർണ്ണമായും രാജിയായെങ്കിൽ മാത്രമേ ഒരു നോമ്പുകാരന് സ്രഷ്ടാവ് ഉദ്ദേശിച്ചിട്ടുള്ള പ്രതിഫലം ലഭ്യമാവുകയുള്ളൂ. കേവലം ഭക്ഷണവും വെള്ളവും ഒഴിച്ചു നിർത്തലല്ല നോമ്പ് എന്ന് ചുരുക്കം. അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിൽ ഭക്ഷണമുണ്ട്, ഫ്രിഡ്ജിൽ നല്ല സ്വാദിഷ്ടമായ ഫ്രൂട്ടുകളുണ്ട്. എന്നാൽ സുബഹി ബാങ്ക് മുതൽ മഗ്രിബ് ബാങ്ക് വരെ, സുബഹ് മുതൽ മഗ്രിബ് വരെ നീ അത് തൊടാൻ പാടില്ല, ഭക്ഷിക്കാൻ പാടില്ല. ഭക്ഷണം ഇല്ലാഞ്ഞിട്ടല്ല, വീട്ടിലുണ്ട്. സ്വന്തം ഷോറൂമിൽ ഭക്ഷ്യവസ്തുക്കൾ ധാരാളമുണ്ട്. ചുറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ഭക്ഷണത്തിന് നടുവിൽ നിന്നുകൊണ്ടാണ് ഈ നിയന്ത്രണം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്.
താൻ നിക്കാഹ് ചെയ്ത തനിക്ക് അനുവദിക്കപ്പെട്ട ഭാര്യ വീട്ടിലുണ്ട്, സ്വന്തം കിടപ്പ് റൂമിലുണ്ട്. പക്ഷേ അവളുമായി സുഖാസ്വാദനം ഈ പകലിൽ പറ്റില്ല. നോമ്പ് കാലത്ത് പകൽ സമയത്ത് പാടില്ല എന്ന യജമാനൻ്റെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് മാത്രം ഉടയ തമ്പുരാൻ അങ്ങനെയൊരു നിയന്ത്രണം, കൺട്രോൾ ഏർപ്പെടുത്തിയ ഒരൊറ്റ കാരണം കൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇതാണ് നോമ്പ്. ഇങ്ങനെ കഠിനമായ ത്യാഗപൂർണമായ ഒരു ആരാധനയിലൂടെ വിശുദ്ധ ഖുർആൻ നൽകി സമ്മാനിച്ച ഈ സുന്ദരമായ മാസത്തെ നമ്മൾ കടപ്പാട് തീർക്കുകയാണ്. അതാണ് വിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും വലിയ പുണ്യം, ഏറ്റവും സുന്ദരമായ വെളിച്ചം. ഖുർആനിനെ അവതരിപ്പിച്ച വാർഷികത്തിൻ്റെ ആഘോഷം നോമ്പിലൂടെ അടിമകളായ നമ്മൾ, മനുഷ്യരായ നമ്മൾ കടപ്പാട് തീർക്കുകയാണ്. ഈ നോമ്പ് ഈ കാലഘട്ടത്തിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾക്ക് മാത്രമല്ല അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നത്. അതും ഖുർആൻ ഓർമ്മപ്പെടുത്തിയല്ലോ. കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലൽ ലദീന മിൻ ഖബലിക്കും. സൂറത്തുൽ ബഖറ ഖുർആൻ്റെ 2-ാം ചാപ്റ്ററിൽ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ, നിങ്ങൾക്ക് മുൻ കഴിഞ്ഞുപോയ സമുദായങ്ങൾക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. പറഞ്ഞല്ലോ, കേവലം അന്നപാനീയങ്ങൾ, ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് വയറും വായയും ഒഴിഞ്ഞു നിൽക്കുന്നതോ വിട്ടുനിൽക്കുന്നതോ അല്ല നോമ്പ്. നമ്മുടെ മുന്നിൽ ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന മനുഷ്യരുണ്ട്. ലോകത്ത് യുദ്ധത്തിൻ്റെ കെടുതിയിലും ഭീതിയിലും ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കാതെ, ഒരു നേരം അന്നം ലഭിക്കാതെ വേദന തിന്നുന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ട്, മനുഷ്യരുണ്ട്. ഫലസ്തീനിൻ്റെ മക്കൾ മറ്റു പലയിടങ്ങളിലും ഒരു നേരത്തെ റൊട്ടിക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നതും വാവിട്ട് കരയുന്നതും നമ്മൾ കാണുകയാണ്, അനുഭവിക്കുകയാണ്. എങ്കിൽ വർഷത്തിലൊരു മാസം പകൽ പട്ടിണി കിടന്നിട്ട് പട്ടിണിയുടെ വില അറിയാൻ, ഭക്ഷണം കിട്ടാതെ വേദനിക്കുന്നവരുടെ വേദന തൻ്റെ സ്വന്തം ജീവിതം കൊണ്ട് ഏറ്റെടുക്കാൻ, പാവങ്ങളുടെ ജീവിതത്തെ അടുത്തറിയാൻ, മറ്റുള്ളവർക്കും എൻ്റെ ജീവിതത്തിൽ പങ്കുണ്ട്, വിഹിതമുണ്ട് എന്ന് മനസ്സിലാക്കാൻ, അങ്ങനെ മറ്റുള്ളവരോട് കൃപയുള്ളവനായി മാറാൻ, വേദനിക്കുന്നവരുടെ വേദനയുന്ന മനസ്സ് സൃഷ്ടിച്ചെടുക്കാൻ, പാവങ്ങളുടെ വിശപ്പിന് പരിഹാരം കണ്ടെത്തുന്ന ഒരു മാനസിക നിലവാരമുണ്ടാക്കാൻ കൂടിയാണ് നോമ്പ് നമ്മെ തെറ്റപ്പെടുത്തുന്നത്. അതിനുകൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പടച്ച തമ്പുരാൻ ഈ പട്ടിണി എന്ന ആരാധന. അല്ലാതെ ഭക്ഷണം കഴിക്കുന്നതിന് അള്ളാഹുവിന് എന്താണ് പ്രയാസമുള്ളത്? ഭക്ഷിക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അവനെന്താണ് നേട്ടമുള്ളത്? അവൻ്റെ അടിമകളായ നമ്മളെ തൽക്കാലം ഭക്ഷണം തടഞ്ഞു വച്ച്, അല്ലെങ്കിൽ സുഖാസ്വാദനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പകലിൽ കൽപ്പിച്ച് എന്ത് നേട്ടം കൊയ്യാനാണ്? ബാക്കിയുള്ള മാസങ്ങളിലും ദിവസങ്ങളിലും ദിനരാത്രങ്ങളിലും അതിന് അനുവാദമുണ്ടല്ലോ. സഹജീവികളുടെ വേദനകൾ അറിയാനും പരിസരത്തുള്ളവരുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കി അവരോട് ചേർന്ന് ജീവിക്കുവാനുള്ള സഹജീവി സ്നേഹം സൃഷ്ടിക്കുകയാണ് സത്യത്തിൽ വിശുദ്ധ റമളാനിലെ നോമ്പിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, സൂറത്തുൽ മാഊൻ, വിശുദ്ധ ഖുർആനിലെ ചെറിയ സൂറത്താണ്. ആ ചാപ്റ്ററിലൂടെ ഈ മതത്തെ കളവാക്കുന്നവരെ കണ്ടിട്ടില്ലേ നബിയെ? മതത്തെ കളവാക്കുന്നവരെ കണ്ടിട്ടില്ലേ? അവർ സാന്ത്വന സ്പർശം നൽകാത്തവരും, പാവപ്പെട്ടവരെ കണ്ണീരൊപ്പാത്തവനും, അനാഥകളെ സംരക്ഷിക്കാൻ താല്പര്യപ്പെടാത്തവൻ, അവരാണ് യഥാർത്ഥത്തിൽ ഈ മതത്തെ, വിശുദ്ധ മതത്തെ കളവാക്കുന്നവൻ എന്നാണ് പ്രവാചകരോട് ഉടയതമ്പുരാൻ ബോധ്യപ്പെടുത്തുന്നത്. യഥാർത്ഥ മതമെന്ന് പറയുന്നത് സഹജീവി സ്നേഹവും അനാഥകളോടുള്ള കരുണയും അഗതികൾക്ക് ഭക്ഷണം നൽകലുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഇതിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. അത്തരത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്ന നോമ്പും വിശുദ്ധ റംസാനിനെയും ഏറ്റെടുക്കാൻ ഉടയതമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ, അനുഗ്രഹങ്ങൾ ചുരിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും റമളാനിൻ്റെ സുന്ദരമായ സന്തോഷങ്ങൾ അറിയിച്ച് ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.